ഹായ്, കഥയിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം. ഇതിലൂടെ നമുക്ക് പുതിയ വാക്കുകൾ, പുതിയ പ്രയോഗങ്ങൾ, സെന്റൻസ് സ്ട്രക്ചറൊക്കെ മനസ്സിലാക്കാനായിട്ടും സാധിക്കും. ഇന്നത്തെ കഥയുടെ തലക്കെട്ട് ദ കിങ് ആൻഡ് ദ ഫോർച്യൂൺ ടെല്ലർ. രാജാവും ജ്യോത്സ്യനും. ഇതാണ് കഥയുടെ തലക്കെട്ട്. ഒരു ദിവസം രാജാവ് ഒരു ജ്യോത്സ്യനെ രാജകൊട്ടാരത്തിലേക്ക് വിളിക്കുന്നു. ഞാൻ എന്ന് മരണപ്പെടും എന്ന് രാജാവ് ഇദ്ദേഹത്തോട് ചോദിക്കുന്നു. ആ ജ്യോത്സ്യൻ പറയുന്നു, 5 വർഷത്തിന് ശേഷം നിങ്ങൾ മരണപ്പെടുമെന്ന്. ഇതു കേട്ട് രാജാവ് വളരെ അധികം ദുഃഖിക്കുന്നു. പിന്നീടുള്ള കഥയുടെ ഭാഗങ്ങൾ വളരെ രസകരമായതാണ്. ഇതിലൂടെ നിങ്ങൾക്ക് പുതിയ വാക്കുകളോ പുതിയ പ്രയോഗങ്ങളോ പഠിക്കാനായിട്ട് സാധിക്കും. വൺ ഡേ എ ഫോർച്യൂൺ ടെല്ലർ കെയിം ടു ദ കോർട്ട്. വൺ ഡേ ഒരു ദിവസം, എ ഫോർച്യൂൺ ടെല്ലർ ഒരു ഫോർച്യൂൺ ടെല്ലർ എന്നാൽ ജ്യോത്സ്യൻ, ഫലപ്രവാചകൻ, ഭാഗ്യം പറയുന്നവൻ, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ്. അങ്ങനെ ഒരു ജ്യോത്സ്യൻ കെയിം വന്നു, ടു ദ കോർട്ട്. കോർട്ട് എന്നാൽ കോടതി, രാജസദസ്സ്, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ്. ഇവിടെ രാജസദസ്സ് എന്നുള്ള അർത്ഥമാണ്. ഒരു ദിവസം ഒരു ജ്യോത്സ്യൻ രാജസദസ്സിലേക്ക് വന്നു. ദ കിങ് കോൾഡ് ഹിം ആൻഡ് ആസ്ക്ഡ്, ക്യാൻ യു ടെൽ മീ വെൻ ഐ ആം ഗോയിങ് ടു ഡൈ. ദ കിങ് കോൾഡ്, രാജാവ്, കോൾഡ് വിളിച്ചു, ഹിം അദ്ദേഹത്തെ, ആ ജ്യോത്സ്യനെ വിളിച്ചു, ആൻഡ് ആസ്ക്ഡ് എന്നിട്ട് ചോദിച്ചു, ക്യാൻ യു ടെൽ മീ നിനക്ക് എന്നോട് പറയാൻ സാധിക്കുമോ, വെൻ ഐ ആം ഗോയിങ് ടു ഡൈ ഞാൻ എപ്പോഴാണ് മരിക്കാൻ പോകുന്നത്, ഞാൻ എപ്പോൾ മരിക്കും എന്ന് നിനക്ക് എന്നോട് പറയാൻ സാധിക്കുമോ എന്ന് ഈ രാജാവ് ജ്യോത്സ്യനോട് ചോദിച്ചു. ദ ഫോർച്യൂൺ ടെല്ലർ കെയർഫുള്ളി ഒബ്സർവ്ഡ് ദ കിങ്സ് ഫേസ് ആൻഡ് എക്സാമിൻ ഹിസ് ഫീച്ചേഴ്സ്. ദ ഫോർച്യൂൺ ടെല്ലർ ഈ ജ്യോത്സ്യൻ, കെയർഫുള്ളി ശ്രദ്ധയോടുകൂടി, ഒബ്സർവ് എന്നാൽ നോക്കുക, നിരീക്ഷിക്കുക, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ്. ഒബ്സേർവ്ഡ് നിരീക്ഷിച്ചു, ദ കിങ്സ് ഫേസ് രാജാവിൻ്റെ മുഖം, ആൻഡ് എക്സാമിൻഡ് എന്നിട്ട് പരിശോധിച്ചു, ഹിസ് ഫീച്ചേഴ്സ്. ഫീച്ചേഴ്സ് എന്നാൽ ഇവിടെ മുഖലക്ഷണങ്ങൾ എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹത്തിൻ്റെ മുഖലക്ഷണം ഈ ജ്യോത്സ്യൻ വളരെ ശ്രദ്ധയോടെ കൂടിയിട്ട് നിരീക്ഷിച്ചു. ഹി ഫൈനലി സെഡ്, മൈ ലോർഡ് യു വിൽ ഡൈ ആഫ്റ്റർ 5 years. ഹി ഫൈനലി ഒടുവിൽ അദ്ദേഹം, സെഡ് പറഞ്ഞു, മൈ ലോർഡ് എന്നുള്ളത് ഇവിടെ രാജാവിനെ ഇദ്ദേഹം ബഹുമാനിച്ചിട്ട് വിളിക്കുകയാണ്. യു വിൽ ഡൈ നിങ്ങൾ മരണപ്പെടും, ആഫ്റ്റർ 5 years 5 വർഷത്തിന് ശേഷം നിങ്ങൾ മരണപ്പെടും. ദ സ്മൈൽ ഫ്രം ദ കിങ്സ് ഫേസ് ഡിസപ്പിയേർഡ് ക്വിക്ക്ലി ആൻഡ് എ ഷെയ്ഡ് ഓഫ് സാഡ്നെസ് അപ്പിയേർഡ്. ദ സ്മൈൽ പുഞ്ചിരി, ഫ്രം ദ കിങ്സ് ഫേസ് രാജാവിൻ്റെ മുഖത്തു നിന്നും പുഞ്ചിരി, ഡിസപ്പിയേർഡ്. ഡിസപ്പിയർ എന്നാൽ ഇല്ലാതാവുക, മാഞ്ഞു പോകുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. ആ രാജാവിൻ്റെ പുഞ്ചിരി അദ്ദേഹത്തിൻ്റെ മുഖത്തു നിന്നും മാഞ്ഞു പോയി, അപ്രത്യക്ഷമായി, ക്വിക്ക്ലി പെട്ടെന്ന് തന്നെ. ആൻഡ് എ ഷെയ്ഡ് ഓഫ് സാഡ്നെസ് അപ്പിയേർഡ്. ഒരു സാഡ്നെസ് എന്നാൽ ദുഃഖത്തിൻ്റെ, ഷെയ്ഡ് എന്നാൽ ഛായ എന്നൊക്കെയുള്ള അർത്ഥമാണ് ഇവിടെ. ദുഃഖത്തിൻ്റെ ഒരു ഛായ രാജാവിൻ്റെ മുഖത്ത്. അപ്പിയർ എന്നാൽ പ്രത്യക്ഷപ്പെടുക, അപ്പിയേർഡ് പ്രത്യക്ഷപ്പെട്ടു. രാജാവിൻ്റെ മുഖത്ത് ഒരു ദുഃഖത്തിൻ്റെ ഛായ പെട്ടെന്ന് തന്നെ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പുഞ്ചിരി മുഖത്ത് നിന്ന് മാഞ്ഞു പോവുകയും ചെയ്തു. ദ കിങ് ബിക്കെയിം വെരി സീരിയസ് ആൻഡ് ഫെയിൽഡ് ടു കോൺസെൻട്രേറ്റ് ഇൻ ഹിസ് വർക്ക്. ദ കിങ് ബിക്കെയിം രാജാവ്, ബിക്കെയിം ആയിത്തീർന്നു, വെരി സീരിയസ് രാജാവ് വളരെ ഗൗരവത്തിലായി, ആൻഡ് ഫെയിൽഡ് അങ്ങനെ അദ്ദേഹം പരാജയപ്പെട്ടു, ടു കോൺസെൻട്രേറ്റ് ഇൻ ഹിസ് വർക്ക് അദ്ദേഹത്തിൻ്റെ ജോലികളിൽ രാജാവിൻ്റെ ഏകാഗ്രത നഷ്ടപ്പെട്ടു. ഹിസ് മിനിസ്റ്റർ ഡിസൈഡഡ് ടു ടീച്ച് ദ ഫോർച്യൂൺ ടെല്ലർ എ ലെസൺ. ഹിസ് മിനിസ്റ്റർ അദ്ദേഹത്തിൻ്റെ മന്ത്രി, ഡിസൈഡഡ് തീരുമാനിച്ചു, ടു ടീച്ച് പഠിപ്പിക്കാൻ, ദ ഫോർച്യൂൺ ടെല്ലർ ഈ ജ്യോത്സ്യനെ പഠിപ്പിക്കാൻ തീരുമാനിച്ചു, എ ലെസൺ ഒരു പാഠം. ഈ അദ്ദേഹത്തിൻ്റെ രാജാവിൻ്റെ മന്ത്രി ഈ ജ്യോത്സ്യനെ ഒരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചു. ദ മിനിസ്റ്റർ ആസ്ക്ഡ് the fortune teller, if you can tell the future of other people,
ദ മിനിസ്റ്റർ ആസ്ക്ഡ്, മന്ത്രി ചോദിച്ചു. ദ ഫോർച്യൂൺ ടെല്ലർ, ഈ ജ്യോത്സ്യനോട് ചോദിച്ചു. ഇഫ് യു ക്യാൻ ടെൽ ദ ഫ്യൂച്ചർ ഓഫ് അതർ പീപ്പിൾ, മറ്റുള്ള ആളുകളുടെ ഭാവി നിങ്ങൾക്ക് പറയാൻ സാധിക്കുമെങ്കിൽ, ദെൻ യു ക്യാൻ ഷുവർലി ടെൽ യു അബൌട്ട് യുവർ ഓൺ ഫെയ്റ്റ്. ദെൻ അങ്ങനെയാണെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി പറയാൻ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഭാവി പറയാൻ സാധിക്കുമെങ്കിൽ, ദെൻ അങ്ങനെയാണെങ്കിൽ, യു ക്യാൻ ഷുവർലി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ടെൽ പറയാൻ സാധിക്കും, എബൌട്ട് യുവർ ഓൺ ഫെയ്റ്റ് നിങ്ങളുടെ ഫെയ്റ്റ് എന്നാൽ വിധി, നിങ്ങളുടെ വിധി എന്താണ് എന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കുകയില്ലേ എന്ന് ഈ മന്ത്രി ഈ ജ്യോത്സ്യനോട് ചോദിച്ചു. ദ ഫോർച്യൂൺ ടെല്ലർ റിപ്ലൈഡ്, യെസ് ഇൻഡീഡ്. ദ ഫോർച്യൂൺ ടെല്ലർ, ഈ ജ്യോത്സ്യൻ, റിപ്ലൈഡ് മറുപടി പറഞ്ഞു. യെസ്, അതെ, ഇൻഡീഡ് എന്നാൽ തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ വിധി പറയാൻ സാധിക്കുമെന്ന് ഇദ്ദേഹം മന്ത്രിയോട് പറഞ്ഞു. ദ മിനിസ്റ്റർ ദെൻ ആസ്ക്ഡ്, ടെൽ മീ, ആർ യു ഗോയിങ് ടു ഫേസ് എനി ഡേഞ്ചർ ടുഡേ? ദ മിനിസ്റ്റർ, മന്ത്രി, ദെൻ പിന്നീട് ആസ്ക് ചോദിച്ചു. ടെൽ മീ, എന്നോട് പറയൂ. ആർ യു ഗോയിങ് ടു ഫേസ് എനി ഡേഞ്ചർ ടുഡേ, നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തെങ്കിലും അപകടം അഭിമുഖീകരിക്കാൻ പോകുന്നുണ്ടോ എന്ന് മന്ത്രി ജ്യോത്സ്യനോട് ചോദിച്ചു. ഫേസ് എന്നാൽ അഭിമുഖീകരിക്കുക എന്നുള്ള അർത്ഥമാണ്. എന്തെങ്കിലും അപകടം ഇന്നത്തെ ദിവസം. ദ ഫോർച്യൂൺ ടെല്ലർ സെഡ്, നോ, ടുഡേ ഐ ആം നോട്ട് ഗോയിങ് ടു ഫേസ് എനി ഡേഞ്ചർ. ദ ഫോർച്യൂൺ ടെല്ലർ, ഈ ജ്യോത്സ്യൻ, സെഡ് പറഞ്ഞു, നോ, ഇല്ല, ടുഡേ ഐ ആം നോട്ട് ഗോയിങ് ടു ഫേസ് എനി ഡേഞ്ചർ, ഇന്ന് ഞാൻ ഒരു അപകടവും അഭിമുഖീകരിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. ദ ഡേ വിൽ പാസ് ഹാപ്പിലി, ഇന്നത്തെ ദിവസം കടന്നു പോകും, സന്തോഷകരമായിട്ട് കടന്നു പോകുമെന്ന് പറഞ്ഞു. വിൽ പാസ്, കടന്നു പോകും, ഹാപ്പിലി, സന്തോഷത്തോടെ. ഐ നോ ടുഡേ ഐ ആം ഗോയിങ് ടു ബി വെരി ലക്കി. ഐ നോ, എനിക്കറിയാം, ഐ ആം ഗോയിങ് ടു ബി വെരി ലക്കി, ഇന്ന് ഞാൻ വളരെ ഭാഗ്യമുള്ളവനാകാനായിട്ടാണ് പോകുന്നത് എന്ന് എനിക്ക് അറിയാമെന്ന് മന്ത്രിയോട് ഈ ജ്യോത്സ്യൻ മറുപടി പറഞ്ഞു. ആസ് യു ക്യാൻ സീ ഐ മെറ്റ് ദ കിങ് ടുഡേ. ആസ് യു ക്യാൻ സീ, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ, ഐ മെറ്റ് ദ കിങ് ടുഡേ, ഇന്ന് ഞാൻ രാജാവിനെ കണ്ടുമുട്ടി. ഐ മെറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടി. ദ കിങ് ടുഡേ, രാജാവിനെ ഇന്ന് ഞാൻ കണ്ടുമുട്ടി. അതുപോലെ നിങ്ങൾ ഈ കണ്ടതുപോലെ രാജാവിനെ കാണാൻ പറ്റി എന്നുള്ളത് നല്ല സന്തോഷമുള്ള ഭാഗ്യമുള്ള ഒരു കാര്യമാണ്. അതാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ ഇന്ന് ഭാഗ്യമുള്ള ആളായിട്ട് പോകാനാണ് പോകുന്നത്, ഒരു അപകടവും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. ദ മിനിസ്റ്റർ ദെൻ ആസ്ക്ഡ് ഹിം ടു സ്റ്റേ ഫോർ എ വൈൽ ടു എൻജോയ് ദ അറ്റ്മോസ്ഫിയർ ഓഫ് ദ കോർട്ട്. ദ മിനിസ്റ്റർ ദെൻ ആസ്ക്ഡ് ഹിം, ഈ മന്ത്രി അദ്ദേഹത്തോട് ചോദിച്ചു, ടു സ്റ്റേ ഫോർ എ വൈൽ ടു എൻജോയ് ദ അറ്റ്മോസ്ഫിയർ ഓഫ് ദ കോർട്ട്, ഈ രാജകൊട്ടാരത്തിലെ ജീവിതം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് കാലത്തേക്ക് താമസിച്ചുകൂടെ എന്ന് ഈ മന്ത്രി ഇദ്ദേഹത്തോട് ചോദിച്ചു. മീൻ വൈൽ ദ മിനിസ്റ്റർ ഡിസ്കസ് എ പ്ലാൻ വിത്ത് എ ഫ്യൂ സെർവൻസ്. മീൻ വൈൽ, അതിനിടക്ക്, അതേസമയം, ദ മിനിസ്റ്റർ, മന്ത്രി, ഡിസ്കസ്ഡ്, ചർച്ച ചെയ്തു, എ പ്ലാൻ, ഒരു പദ്ധതിയെ പറ്റിയിട്ട് ചർച്ച ചെയ്തു, വിത്ത് എ ഫ്യൂ സെർവൻസ്, കുറച്ച് സെർവൻസ് എന്നാൽ അവിടെയുള്ള ജോലിക്കാർ അല്ലെങ്കിൽ പടയാളികൾ എന്നൊക്കെയുള്ള അർത്ഥമാണ്. അവരോട് ഈ മന്ത്രി അതേസമയം ഒരു പദ്ധതി ചർച്ച ചെയ്തു. ഫൈനലി ദ ഫോർച്യൂൺ ടെല്ലർ ടുക്ക് ഹിസ് ലീവ് ആൻഡ് മാർച്ച്ഡ് ടു ഹിസ് റൂം. ഫൈനലി, ഒടുവിൽ, ദ ഫോർച്യൂൺ ടെല്ലർ, ഈ ജ്യോത്സ്യൻ, ടുക്ക് ഹിസ് ലീവ്, ടേക്ക് ലീവ് എന്നതിൻ്റെ പാസ്റ്റാണ് ടുക്ക് ലീവ്. ടേക്ക് ലീവ് എന്നാൽ യാത്ര പറയുക എന്നുള്ള അർത്ഥമാണ്. ടുക്ക് ലീവ്, യാത്ര പറഞ്ഞു. ടുക്ക് ഹിസ് ലീവ്, അദ്ദേഹം യാത്ര പറഞ്ഞു. ആൻഡ് മാർച്ച്ഡ്, എന്നിട്ട് മാർച്ച് എന്നാൽ നടക്കുക, നടന്നു പോകുക എന്നുള്ള അർത്ഥമാണ് ഇവിടെ. മാർച്ച്ഡ്, നടന്നു പോയി. ടു ഹിസ് റൂം, അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് അദ്ദേഹം മന്ത്രിമാരോട് യാത്ര പറഞ്ഞിട്ട് നടന്നു പോയി. എ സെർവൻറ്റ് അറൈവ്ഡ് ആൻഡ് സെഡ്, പ്ലീസ് കം ടു ദ സ്പെഷ്യൽ ക്യാരേജ്. എ സെർവൻറ്റ്, ഒരു ജോലിക്കാരൻ അല്ലെങ്കിൽ ഒരു പടയാളി,
അറൈവ്ഡ് എത്തി, ആൻഡ് സെഡ് എന്നിട്ട് വന്നിട്ട് പറഞ്ഞു, പ്ലീസ് കം ദയവായിട്ട് വരൂ, ടു ദ സ്പെഷ്യൽ ക്യാരേജ്. ക്യാരേജ് എന്നാൽ വാഹനം, രഥം എന്നൊക്കെയുള്ള അർത്ഥമാണ്. ആ പ്രത്യേകമായിട്ടുള്ള വാഹനത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞു. ദ കിങ് ഹാസ് അറേഞ്ച്ഡ് ഇറ്റ് ഫോർ യുവർ സേഫ് ജേണി. ദ കിങ് രാജാവ് ഹാസ് അറേഞ്ച്ഡ്, അറേഞ്ച് എന്ന ക്രമീകരിക്കുക എന്നുള്ള അർത്ഥമാണ്. ക്രമീകരിച്ചിട്ടുണ്ട്. ദ കിങ് ഹാസ് അറേഞ്ച്ഡ്, രാജാവ് ക്രമീകരിച്ചിട്ടുണ്ട്, ഇറ്റ് അത് ആ വാഹനം, ഫോർ യുവർ സേഫ് ജേണി, നിങ്ങളുടെ സുരക്ഷിതമായിട്ടുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ട് രാജാവ് അത് ക്രമീകരിച്ച് വച്ചിട്ടുണ്ട്. ദ ഫോർച്യൂൺ ടെല്ലർ തോട്ട് ഇറ്റ് ഈസ് ഇൻഡീഡ് ദ ലക്കിയസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ്. ദ ഫോർച്യൂൺ ടെല്ലർ, ഈ ജ്യോത്സ്യൻ, തോട്ട് അദ്ദേഹം കരുതി, ഇറ്റ് ഈസ് ഇൻഡീഡ് ഇത് തീർച്ചയായിട്ടും ആകുന്നു, ദ ലക്കിയസ്റ്റ് ഡേ ഏറ്റവും, ലക്കിയസ്റ്റ് എന്നാൽ ഏറ്റവും ഭാഗ്യമുള്ള, ഡേ ഏറ്റവും ഭാഗ്യമുള്ള ദിവസമാണ്, ഇൻ മൈ ലൈഫ് എൻ്റെ ജീവിതത്തിൽ ഇത് ഏറ്റവും ഭാഗ്യം, തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ള ദിവസമാണ് എന്ന് ഇദ്ദേഹം മനസ്സിൽ വിചാരിച്ചു. ഫസ്റ്റ് മീറ്റിംഗ് ദ കിങ് ആൻഡ് നൗ ഗെറ്റിംഗ് ദിസ് സ്പെഷ്യൽ സർവീസ്. ഫസ്റ്റ് മീറ്റിംഗ് ദ കിങ്, ആദ്യം രാജാവിനെ കണ്ടുമുട്ടുന്നു. ആൻഡ് നൗ ഗെറ്റിംഗ് ദ സ്പെഷ്യൽ സർവീസ്, ഇപ്പോൾ എനിക്ക് ലഭിക്കുന്നു, പ്രത്യേകമായിട്ടുള്ള സേവനം ലഭിക്കുന്നു. ഐ ഹാവ് നെവർ ബീൻ ഓൺ എ ചാരിയറ്റ് ബിഫോർ. ഐ ഹാവ് നെവർ ബീൻ, ഞാൻ ഒരിക്കലും ആയിട്ടില്ല, അതല്ലെങ്കിൽ ഒരിക്കലും യാത്ര ചെയ്തിട്ടില്ല എന്നൊക്കെയുള്ള അർത്ഥമാണ് ഇവിടെ. ഓൺ എ ചാരിയറ്റ് എന്നാൽ രഥം, പ്രാചീന കാലത്ത് ഉപയോഗിച്ചിരുന്ന ശകടം, പഴയ വാഹനമാണ്, അതാണ്. ബിഫോർ മുമ്പ് ഒരിക്കലും ഞാൻ ഇതുപോലെയുള്ള ഒരു രഥത്തിൽ യാത്ര ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു. ഹി വെൻ നിയർ ദ ചാരിയറ്റ് ആൻഡ് ക്ലൈംഡ് ഇറ്റ്. ദ ചാരിയറ്റ് ഗെയിൻ ഇറ്റ് സ്പീഡ്. ഹി വെൻറ്റ് അദ്ദേഹം പോയി, നിയർ ദ ചാരിയറ്റ് ഈ രഥത്തിനടുത്തേക്ക് അദ്ദേഹം പോയി, ആൻഡ് എന്നിട്ട് ക്ലൈംഡ് കയറി, ഇറ്റ് അതിൽ കയറി. ദ ചാരിയറ്റ് ഗെയിൻ ഇറ്റ് സ്പീഡ്, ചാരിയറ്റ് അതിൻ്റെ ആ വാഹനം, രഥം അതിൻ്റെ വേഗത ആർജിച്ചിട്ട് യാത്ര ആരംഭിച്ചു. ഇറ്റ് വാസ് പാസിംഗ് ത്രൂ വുഡ്സ് ആൻഡ് ദ ഡ്രൈവർ ഓഫ് ദ ചാരിയറ്റ് ലോസ്റ്റ് കൺട്രോൾ ഓവർ ഇറ്റ്. ഇറ്റ് വാസ് പാസിംഗ് അത് യാത്ര ചെയ്യുകയായിരുന്നു, കടന്നു പോവുകയായിരുന്നു. ത്രൂ ദ വുഡ്സ് എന്നാൽ കാടുകൾ, മരങ്ങൾ, ചെറുവനങ്ങൾ അങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ്. അതിലൂടെ, അത്തരത്തിലുള്ളൊരു സ്ഥലത്തിലൂടെ അത് കടന്നു പോവുകയായിരുന്നു. ആൻഡ് ദ ഡ്രൈവർ ഓഫ് ദ ചാരിയറ്റ് ആ രഥത്തിൻ്റെ ഡ്രൈവർ, അത് ഓടിക്കുന്ന ആൾ, ലോസ്റ്റ് കൺട്രോൾ ഓവർ ഇറ്റ് ഇവിടെ അതിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുത്തി എന്നുള്ള അർത്ഥമാണ്. അത് ഓടിക്കുന്ന ആൾ അതിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുത്തി, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നൊക്കെയുള്ള അർത്ഥമാണ്. ആൻഡ് ഫൈനലി ഫേസ്ഡ് ആൻ ആക്സിഡൻറ്റ് അങ്ങനെ ഒടുവിൽ ഒരു അപകടത്തെ നേരിട്ടു. ഹവവർ നോ വൺ വാസ് ഇൻജോർഡ് സിൻസ് ദേ വേർ ഇൻ ദ മിഡിൽ ഓഫ് ദ വുഡ്സ്. ഹവവർ എങ്കിലും, നോ വൺ വാസ് ഇൻജോർഡ് ഒരാൾക്കും പരിക്കേറ്റിട്ടില്ല, ഒരാൾക്കും പരിക്ക് പറ്റിയില്ല. സിൻസ് അതുകൊണ്ട്, സിൻസ് എന്നാൽ ഇവിടെ അതുകൊണ്ട് എന്നുള്ള അർത്ഥമാണ്. ദേ വേർ ഇൻ ദ മിഡിൽ ഓഫ് ദ വുഡ്സ് അവർ ചെറുവനങ്ങൾക്ക് ഇടയിലായതുകൊണ്ട്, അത്തരത്തിലുള്ളൊരു സ്ഥലത്തിലായതുകൊണ്ട് അവർക്ക് ആർക്കും പരിക്ക് ഏറ്റില്ല. ദേ ഹാഡ് ടു വോക്ക് ബാക്ക് ടു ദ പാലസ്. ഇറ്റ് വാസ് ഗ്രോവിംഗ് ഡാർക്ക്. ദേ ഹാഡ് ടു വോക്ക് ബാക്ക് അവർക്ക് തിരിച്ചു നടക്കേണ്ടി വന്നു. ദേ ഹാഡ് ടു വോക്ക് ബാക്ക് എന്ന് തിരിച്ചു നടക്കുക. ദേ ഹാഡ് ടു വോക്ക് ബാക്ക് അവർക്ക് തിരിച്ചു നടക്കേണ്ടി വന്നു. ടു ദ പാലസ് രാജകൊട്ടാരത്തിലേക്ക്. ഇറ്റ് വാസ് ഗ്രോവിംഗ് ഡാർക്ക് ആ സമയത്ത് ഇരുട്ട് പരക്കുകയായിരുന്നു. ഡാർക്ക് എന്നാൽ ഇരുട്ട്. ആൻഡ് ദ വുഡ്സ് വെർ നോട്ട് സേഫ് ടു ഗോ ത്രൂ ബിക്കോസ് ഓഫ് വൈൽഡ് എനിമൽസ് ആൻഡ് ഡക്കോയിറ്റ്. ആൻഡ് ദ വുഡ്സ് വനങ്ങൾ, കാടുകൾ, വേർ നോട്ട് സേഫ് സുരക്ഷിതം അല്ലായിരുന്നു. ടു ഗോ ത്രൂ അതിലൂടെ പോകാൻ വനങ്ങൾ സുരക്ഷിതം അല്ലായിരുന്നു. നോട്ട് സേഫ് സുരക്ഷിതമല്ലായിരുന്നു. ബിക്കോസ് കാരണം, ഓഫ് വൈൽഡ് എനിമൽസ് എന്താണ്, വന്യമൃഗങ്ങളും, ആൻഡ് ഡക്കോയിറ്റ് എന്നാൽ കവർച്ചക്കാരും വന്യമൃഗങ്ങളും കാരണം അതിലൂടെ സഞ്ചരിക്കുക എന്നുള്ളത് സുരക്ഷിതം അല്ലായിരുന്നു.
വെൻ ദ ഫോർച്യൂൺ ടെല്ലർ റിട്ടേൺ ടു ദ പാലസ് നോ വൺ ഗേവ് ഹിം എനി സ്പെഷ്യൽ അറ്റൻഷൻ. വെൻ ആ സമയത്ത് ദ ഫോർച്യൂൺ ടെല്ലർ റിട്ടേൺഡ് ആ ജ്യോത്സ്യൻ തിരിച്ചു ചെന്ന സമയത്ത് ടു ദ പാലസ് കൊട്ടാരത്തിലേക്ക് തിരിച്ചു ചെന്ന സമയത്ത് നോ വൺ ഗെയ്വ് ഒരാളും നൽകിയില്ല ഹിം അദ്ദേഹത്തിന് ഒരാളും നൽകിയില്ല എനി സ്പെഷ്യൽ അറ്റൻഷൻ ഒരു പ്രത്യേക പരിഗണന ആരും തന്നെ അദ്ദേഹത്തിന് നൽകിയില്ല, ഒരു ശ്രദ്ധ നൽകിയില്ല എന്നർത്ഥം. നോ വൺ ഗെയ്വ് എന്നാൽ ആരും നൽകിയില്ല ഹിം അദ്ദേഹത്തിന്. ഹീ ഹാഡ് ടു ഗോ ടു ദ സെർവൻസ് ക്വാർട്ടർ ടു സ്ലീപ്പ്. ഹീ ഹാഡ് ടു ഗോ അദ്ദേഹത്തിന് പോകേണ്ടി വന്നു ടു ദ സെർവൻസ് ക്വാർട്ടർ ജോലിക്കാരുടെ ക്വാർട്ടർ എന്നാൽ ഇവിടെ വസതി എന്നുള്ള അർത്ഥമാണ്, താമസ സ്ഥലം. അവരുടെ താമസവാസ സ്ഥലത്തേക്ക് ഈ ജ്യോത്സ്യന് ഉറങ്ങാൻ പോകേണ്ടി വന്നു. ദ നെക്സ്റ്റ് ഡേ വെൻ ഹി വാസ് കമ്മിങ് ഔട്ട് ഓഫ് ദ പാലസ് ദ മിനിസ്റ്റർ ആസ്ക്ഡ് ഹിം. ദ നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം വെൻ ഹി വാസ് കമ്മിങ് ഔട്ട് അദ്ദേഹം പുറത്തു വരുന്ന സമയത്ത് ഓഫ് ദ പാലസ് പാലസിന് ഉള്ളിൽ നിന്നും അദ്ദേഹം ആ കൊട്ടാരത്തിൽ നിന്നും അദ്ദേഹം പുറത്തേക്ക് വരുന്ന സമയത്ത് ദ മിനിസ്റ്റർ ആസ്ക്ഡ് ഹിം മന്ത്രി ആസ്ക്ഡ് ചോദിച്ചു ഹിം അദ്ദേഹത്തോട് ആ ജ്യോത്സ്യനോട് രാജകൊട്ടാരത്തിൽ നിന്ന് പുറത്തു വരുന്ന സമയത്ത് മന്ത്രി ചോദിച്ചു വാട്ട് ഹാപ്പൻ ടു യു, വൈ ആർ യു കമ്മിങ് ഔട്ട് നൗ. വാട്ട് ഹാപ്പൻ ടു യു നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു, വൈ ആർ യു കമ്മിങ് ഔട്ട് നൗ നിങ്ങൾ ഇപ്പോൾ എന്താണ് പുറത്തേക്ക് പോകുന്നത് എന്ന് ചോദിച്ചു. ഐ ഗസ് ദ കിങ് ഹാഡ് ആസ്ക്ഡ് യു ടു സ്റ്റേ ഹിയർ. ഐ ഗസ് ഞാൻ ഊഹിക്കുന്നു അല്ലെങ്കിൽ സങ്കല്പിക്കുന്നു ദ കിങ് ഹാഡ് ആസ്ക്ഡ് യു രാജാവ് നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ടു സ്റ്റേ ഹിയർ ഇവിടെ നിൽക്കാൻ രാജാവ് നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. യു ആർ ഇൻഡീഡ് വെരി ലക്കി ആസ് യു ഹാഡ് സെഡ് യെസ്റ്റർഡേ. യു ആർ ഇൻഡീഡ് നിങ്ങൾ തീർച്ചയായിട്ടും വെരി ലക്കി വളരെ ഭാഗ്യവാനാണ്. ആസ് യു ഹാഡ് സെഡ് യെസ്റ്റർഡേ നിങ്ങൾ ഇന്നലെ പറഞ്ഞ പോലെ നിങ്ങൾ ഭയങ്കര ഭാഗ്യവാനാണ്. ദ ഫോർച്യൂൺ ടെല്ലർ ക്വിക്ക്ലി മാർച്ച്ഡ് ഔട്ട് ഓഫ് ദ പാലസ് വിത്തൗട്ട് സേയിങ് എനിത്തിങ്. ദ ഫോർച്യൂൺ ടെല്ലർ ആ ജ്യോത്സ്യൻ ക്വിക്ക്ലി പെട്ടെന്ന് കടന്നുപോയി മാർച്ച്ഡ് ഔട്ട് ഓഫ് ദ പാലസിൽ നിന്നും നടന്നുപോയി. വിത്തൗട്ട് സേയിങ് എനിത്തിങ് ഒന്നും പറയാതെ, വിത്തൗട്ട് എന്നാൽ ഇല്ലാതെ, സേയിങ് എനിത്തിങ് ഒന്നും പറയാതെ ആ ജ്യോത്സ്യൻ ആ രാജകൊട്ടാരത്തിൽ നിന്നും നടന്നുപോയി. ദ കിങ് ലേൺഡ് അബൌട്ട് ദ ഇൻസിഡൻറ്റ് ഫ്രം ദ മിനിസ്റ്റർ ആൻഡ് ഹിസ് ഫെയ്ത്ത്ഫുൾ സെർവൻസ്. ദ കിങ് ലേൺഡ് രാജാവ് അറിഞ്ഞു അബൌട്ട് ദ ഇൻസിഡൻറ്റ് ഈ സംഭവത്തെ പറ്റിയിട്ട് ഫ്രം ദ മിനിസ്റ്റർ ആൻഡ് ഹിസ് ഫെയ്ത്ത്ഫുൾ സെർവൻസ് അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരായിട്ടുള്ള, ഫെയ്ത്ത്ഫുൾ എന്നാൽ വിശ്വസ്തരായിട്ടുള്ള ജോലിക്കാരുടെ അടുക്കൽ നിന്നും മന്ത്രിയുടെ അടുക്കൽ നിന്നും രാജാവ് ഈ സംഭവത്തെ പറ്റിയിട്ട് അറിഞ്ഞു. ദ മിനിസ്റ്റർ ദെൻ സെഡ് ഇഫ് ഹി വാസ് സോ ഷുവർ അബൌട്ട് ഹിസ് ലക്ക് യെസ്റ്റർഡേ. ദ മിനിസ്റ്റർ ദെൻ സെഡ് പിന്നീട് മന്ത്രി പറഞ്ഞു ഇഫ് ഹി വാസ് സോ ഷുവർ അബൌട്ട് ഹിസ് ലക്ക് യെസ്റ്റർഡേ. ഇഫ് ഹി വാസ് സോ ഷുവർ അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ അബൌട്ട് ഹിസ് ലക്ക് എന്നാൽ ഇവിടെ നല്ല കാലം എന്നൊക്കെ അർത്ഥമാണ്. അദ്ദേഹത്തിൻ്റെ നല്ല കാലത്തെ പറ്റിയിട്ട് ഇന്നലെ അദ്ദേഹത്തിന് അറിയുമായിരുന്നു എങ്കിൽ ദെൻ അവർ പ്ലാൻ വുഡ് ഹാവ് ഫെയിൽഡ്. ദെൻ അങ്ങനെയാണെങ്കിൽ അതായത് ആ ജ്യോത്സ്യന് അദ്ദേഹത്തിൻ്റെ ഭാവി അറിയാൻ കഴിയുമായിരുന്നു എങ്കിൽ അവർ പ്ലാൻ നമ്മുടെ പദ്ധതി വുഡ് ഹാവ് ഫെയിൽഡ് നമ്മുടെ പദ്ധതി പരാജയപ്പെട്ടേനെ എന്ന് മന്ത്രി പറഞ്ഞു. ബട്ട് ഇറ്റ് സംഹൗ വർക്ക്ഡ്. പക്ഷേ ഇറ്റ് സംഹൗ എന്ന എങ്ങനെയോ ഒരു വിധത്തിൽ വർക്ക്ഡ് പക്ഷേ ഇത് ഒരു വിധത്തിൽ ഫലിച്ചു. ദ ഫേക്ക് ആക്സിഡൻറ്റ് ഹാഡ് ഒക്കേർഡ് ടു ഫ്രൈറ്റൻ ദ ഫോർച്യൂൺ ടെല്ലർ. ദ ഫേക്ക് ആക്സിഡൻറ്റ് ഉണ്ടാക്കിയിട്ടുള്ള അപകടം ഹാഡ് ഒക്കേർഡ് അത് സംഭവിച്ചത് ടു ഫ്രൈറ്റൻ ദ ഫോർച്യൂൺ ടെല്ലർ ഇദ്ദേഹത്തെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഫ്രൈറ്റൻ എന്നാൽ ഭയപ്പെടുത്തുക എന്നുള്ള അർത്ഥമാണ്. ഒക്കേർഡ് എന്നാൽ സംഭവിച്ചു എന്നതൊക്കെയാണ് അർത്ഥം.
വെൻ ഹി റിട്ടേണിംഗ് ടു ദ പാലസ്, അദ്ദേഹം രാജകൊട്ടാരത്തിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത്, ആ സമയത്ത് ആ അപകടം സംഭവിച്ചത് അദ്ദേഹത്തെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു. സിൻസ് വി ആർ ദ ആർക്കിടെക്റ്റ് ഓഫ് അവർ ഓൺ ഫേറ്റ് വി ക്യാൻ ചേഞ്ച് ഇറ്റ് അക്കോർഡിംഗ്ലി. സിൻസ് അതുകൊണ്ട്, വി ആർ ദ ആർക്കിടെക്റ്റ് ഓഫ് അവർ ഓൺ ഫേറ്റ്, വി ആർ ദ ആർക്കിടെക്റ്റ് നമ്മൾ ആയതിനാൽ, ഓഫ് അവർ ഓൺ ഫേറ്റ് നമ്മുടെ ഫേറ്റ് എന്ന വിധി, നമ്മുടെ വിധിയുടെ എന്താണ്, ആർക്കിടെക്റ്റ് എന്ന നിർമ്മിതാവ് നമ്മളായതിനാൽ, വി ക്യാൻ ചേഞ്ച് ഇറ്റ് നമുക്കത് മാറ്റാൻ സാധിക്കുന്നു. വി ക്യാൻ ചേഞ്ച് ഇറ്റ് ആ വിധിയെ മാറ്റാൻ സാധിക്കുന്നു. അക്കോർഡിംഗ്ലി എന്നാൽ അത് പ്രകാരം, അപ്രകാരത്തിൽ നമുക്കത് മാറ്റാൻ സാധിക്കുന്നു. അതിൻ്റെ നിർമ്മിതാവ് നമ്മൾ ആയതിനാൽ. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു പ്രെഡിക്റ്റ് അവർ ഫേറ്റ് കറക്റ്റ്ലി. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ, ഇത് സാധ്യമല്ല. ടു പ്രെഡിക്റ്റ് എന്താണ്, പ്രെഡിക്റ്റ് എന്നാൽ പ്രവചിക്കൽ. അവർ ഫേറ്റ് കറക്റ്റ്ലി നമ്മുടെ വിധി, ഫേറ്റ് എന്നാൽ വിധി, നമ്മുടെ വിധി വളരെ ശരിയായിട്ട് പ്രവചിക്കുക എന്നുള്ളത് സാധ്യമല്ല. എവരിത്തിങ് ഡിപ്പെൻഡ്സ് ഓൺ അവർ ആക്ഷൻസ്. എവരിത്തിങ് ഡിപ്പെൻഡ്സ് എല്ലാം ആശ്രയിക്കുന്നത്, ഓൺ അവർ ആക്ഷൻസ് നമ്മുടെ പ്രവൃത്തികളിലാണ് എല്ലാം ആശ്രയിക്കുന്നത്. അതായത് നമ്മുടെ വിധിയെ സ്വാധീനിക്കുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളാണ്. ദ കിങ് റിയലൈസ്ഡ് ദിസ് ആൻഡ് റിഗെയിൻഡ് ഹിസ് കോൺഫിഡൻസ് ഇൻ ലൈഫ്. ദ കിങ് റിയലൈസ്ഡ് രാജാവിന് ബോധ്യമായി, അതല്ലെങ്കിൽ രാജാവ് മനസ്സിലാക്കി, ദിസ് ഇത് രാജാവിന് മനസ്സിലായി. ആൻഡ് റിഗെയിൻ എന്നാൽ വീണ്ടെടുക്കുക എന്നുള്ള അർത്ഥം. റിഗെയിൻഡ് വീണ്ടെടുത്തു. ഹിസ് കോൺഫിഡൻസ് ഇൻ ലൈഫ് അദ്ദേഹം ജീവിതത്തിൽ ആത്മവിശ്വാസം വീണ്ടെടുത്തു.